ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്. വന്നടാ ചോക്ലേറ്റ് കമ്പനി മോളും. ഇതുകൊണ്ട് പൊക്കോളൂ, ബാക്കിയുള്ളത് ഞങ്ങൾ കൊണ്ടുവന്നോളൂ. ചെല്ലടേ. അയ്യോ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? അയ്യോ ഈ കുട്ടി പിശാചിന് ഭ്രാന്തായി തോന്നുന്നു. അമ്മയെ പിടിക്കണം മാറി. ശിവാനി എന്താ പറയുന്നത്? പിന്നെ എന്താ അവന്റെ അമ്മയ്ക്ക് ചന്തിയില്ലേ? വാടായോ അക്കുരിപ്പ് കൊള്ളാല. ധൈര്യം നീ തൊട്ട് നോക്കടാ. ഡേർട്ടി പോവ. എന്റെ അമ്മ ഹാപ്പിയാണല്ലോ. നിനക്ക് നേടി തെറിച്ചോറാ. സരിത അതൊന്ന് ഷെൽഫിൽ വെച്ചേക്ക്. കുട്ടികളെവിടെയാ? മോളില് കമ്പ്യൂട്ടർ റൂമിലുണ്ട്. ഓ, ഇതാണോ നിന്റെ ഡാഡി? യെസ്. ഡാഡിയെ നീ മിസ് ചെയ്യുന്നുണ്ടോ? ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഡാഡി മരിച്ചുപോയില്ലേ, പിന്നെ ഞാനെങ്ങനെ മിസ് ചെയ്യും? എന്നാലും സ്വന്തം ഡാഡി ആർക്കെങ്കിലും ഇഷ്ടമല്ലാണ്ടിരിക്കൂ? നിനക്കിഷ്ടമല്ലല്ലോ നിന്റെ പപ്പയെ. പപ്പ എനിക്ക് ഇഷ്ടമൊക്കെയാ, എപ്പോഴും ഇങ്ങനെ അടിയുണ്ടാക്കുന്നതാ എനിക്കിഷ്ടമല്ലാത്തത്. അങ്ങനെയെങ്കിൽ എനിക്ക് തന്നേക്ക്, ഞാൻ വളർത്തിക്കോളാം നിന്റെ പപ്പയെ. നോക്കണ്ട, ഞാൻ ശരിക്കും ചോദിച്ചതാ. പകരം എനിക്ക് നിന്റെ മമ്മിയെ തരൂ. എന്നാ നിന്റെ പപ്പയെ കൊണ്ട് എന്റെ മമ്മിയെ കല്യാണം കഴിപ്പിച്ചാലോ? അപ്പൊ നിനക്ക് മമ്മിയും കിട്ടും, എനിക്ക് പപ്പയും കിട്ടും. അതിലും ഭേദം നിന്റെ മമ്മിയെ വല്ല കിണറ്റിലും കെട്ടിത്താഴ്ത്തുന്നതായിരിക്കും. എടാ പോവല്ലേ. ശിവാനി മമ്മി വരുന്നുണ്ട്. താങ്ക് യു മമ്മി. ആദി നിന്റെ കൂടെ നടന്നിട്ട് ഇവളെന്താ നന്നാവാത്ത? അതിന് ഞാൻ മോശ? ഒട്ടും മോശമല്ല അല്ലേ ആദി? ആദിക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇഷ്ടമാന്ന് ഇവള് പറഞ്ഞു. കഴിച്ചോക്കിയേ. താങ്ക് യു മമ്മി. യു വെൽക്കം. പാവം ഈ മമ്മിയെ എന്റെ പപ്പയ്ക്ക് കെട്ടിച്ചു കൊടുക്കാന്ന് പറയാൻ നിനക്ക് എങ്ങനെ തോന്നി? അതിനെന്താണ് കുഴപ്പം? നീ ഒന്ന് ആലോചിച്ച്, ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള മമ്മി, പവർഫുൾ ആയിട്ടുള്ള പപ്പ, പിന്നെ നീയും ഞാനും സിബ്ലിങ്സ്. എന്തൊരു ഹാപ്പിയസ്റ്റ് ഫാമിലി ആയിരിക്കും നമ്മൾ. അതോടെ നിന്റെ മമ്മിയുടെ എല്ലാ ഹാപ്പിനെസ്സും പോയി കിട്ടും. അല്ലെങ്കിലും മമ്മിക്ക് എന്ത് ഹാപ്പിനെസ്? ഓരോ വൃത്തികെട്ടവന്മാര് പറയുന്നതും ചെയ്യുന്നതൊക്കെ കാണുമ്പോ ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാണ്ടല്ലേ. പ്ലീസ് ഡാ, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞേ. ഞാനും സീരിയസ് ആയിട്ടാ പറഞ്ഞേ. നിന്റെ മമ്മിക്ക് എന്റെ പപ്പ ഒരിക്കലും മാച്ച് ആവില്ല. പറഞ്ഞു തീർന്നില്ല, ആളെത്തി. ഇപ്പൊ നമ്മൾ പറഞ്ഞതെല്ലാം ഡിലീറ്റ് ചെയ്തേക്ക്. മമ്മി അവിടെ വെച്ച് ആദ്യ പോകുന്നു. മമ്മി ആദ്യയുടെ പപ്പ വന്നു. ആദ്യം ഇറങ്ങണെന്ന്. ആദി ബൈ. ബൈ. ആദ്യയുടെ പപ്പ വന്നിട്ടുണ്ട്. അതിന് ഞാനെന്ത് വേണം? തലയും കുത്തി നിക്കണോ? ഇതെന്താ വല്ല ഡിറ്റക്റ്റീവ് നോവലാണോ? അല്ല, ചിക്കൻ സൂപ്പാ. ഓ, വല്ല പാചകവിധിയായിരിക്കും. ചിക്കൻ സൂപ്പ് പുസ്തകത്തിന്റെ പേരാ. ഇത് ഇൻസ്പിറേഷൻ സ്റ്റോറീസാ. ഓഹോ, ജാക്ക് ആംഫീൽഡും വിക്ടർ ഹെൻസനും കമ്പൈൽ ചെയ്തതാ. ഓക്കെ 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 ഓക്കെ. എങ്ങനെയുണ്ട്? പിന്നെ നല്ല രസമുള്ള ബുക്കാണ് പപ്പ. എടാ, ബുക്കിന്റെ കാര്യമില്ല, ചോക്ലേറ്റിന് ടേസ്റ്റ് ഉണ്ടോന്നാ ചോദിച്ചത്. അത് പിന്നെ ഇല്ലാണ്ടിരിക്കോ? മമ്മി ഉണ്ടാക്കിയതല്ലേ. ആ, ഇപ്പോഴാ ഞാൻ ഓർത്തത്. അവരെന്നെ പറ്റി എന്തോ ചോദിച്ചെന്ന് പറഞ്ഞല്ലോ. എന്തായിരുന്നത്? എപ്പോ? നമ്മളിപ്പോ കാറിൽ വന്നപ്പോഴേ നീ പറഞ്ഞില്ലേ അവരെന്നെ പറ്റി എന്തോ ചോദിച്ചെന്ന്. ആ, ശരിയാണല്ലോ. എന്താ പറഞ്ഞേ? അതിപ്പോ എന്നോടാണോ ചോദിക്കുന്നത്? ഞാൻ എങ്ങനെ അറിയാനാ? ഇനിയിപ്പോ ഓർക്കുമ്പോ പറഞ്ഞാ മതി, ആലോചിച്ചിട്ട് കേട്ടോ. നീ ഇത്ര പെട്ടെന്ന് ഉറങ്ങി? മണി 10 ആയില്ലേ? എവിടെ? 9:55 ഉള്ളൂ. പപ്പയ്ക്ക് എന്താ വേണ്ടേ? എടാ, മറ്റത് കിട്ടിയാ? എന്ത്? അവരെന്നെ പറ്റി പറഞ്ഞു. അയ്യോ, ഈ പപ്പയും കൊണ്ട് എനിക്ക് ഉറക്കത്തിലൊന്നും ഓർമ്മയിട്ടില്ല. ഓ, നിനക്കല്ലെങ്കിലും ഒന്നും ഓർമ്മ കാണില്ല.
വേണ്ടാത്ത എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. കണ്ട ചിക്കൻ സൂപ്പും മട്ടൻ സൂപ്പും ഒക്കെ എഴുതി എവിടെയോ കിടക്കുന്നവന്മാരെ പറ്റി ഒക്കെ ഓർമ്മയുണ്ട്. സ്വന്തം പപ്പയെ പറ്റി ഒരാളൊരു നല്ല കാര്യം പറഞ്ഞു അത് മാത്രം ഓർമ്മയില്ല. ഹലോ. കഷ്ടണ്ട് ശിവാനി, പാവ എന്റെ പപ്പ ഇപ്പൊ ഉറക്കില്ലാണ്ട് ഓടി നടക്ക. അയ്യോ ശരിക്കും? പിന്നല്ലാണ്ട്. മമ്മി നമ്മളെ വഴിക്ക് വരില്ല ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. മമ്മി വരും, നീ കണ്ടോ. അതിനുവേണ്ടി ഞാൻ ചില പരിപാടികളൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ ബർത്ത്ഡേക്ക് ഞാൻ മമ്മിയെ കൊണ്ട് ഇൻവൈറ്റ് ചെയ്യിക്കാം. നീ പപ്പയും കൂടി വന്നാ മതി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആദി, ബർത്ത്ഡേ പാർട്ടിക്ക് പോയില്ലേ ഇതുവരെ? അതിന് പപ്പ റെഡിയായി വരണ്ടേ? അവനെന്ത് റെഡിയാവാൻ? ഒരു മുണ്ടുടുക്കണം, ഷർട്ട് എടുത്തിടണം. ആ, അതിന് കൊറേ നേരായി അകത്തേറി കുറ്റിട്ടിട്ട്. എന്നാ കിടന്ന് ഉറങ്ങുകയായിരിക്കും. എടാ ഭാസ്കരേ, നീ ആ കൊച്ചിന്റെ ബർത്ത്ഡേക്ക് പോണില്ലേ? ദേ ഇവനിവിടെ റെഡിയായി നിൽക്കണ കണ്ടില്ലേ? ആ വരുന്നു വരുന്നു. ആ അയ്യേ, എന്താ പപ്പ ഇത്? എന്താ ഇത് കൊള്ളൂല്ലേ? ഇത് അപ്പൂപ്പനോട് മീറ്റിങ്ങിന് ബോംബെയിലൊക്കെ പോകുമ്പോ ഇടുന്ന ഡ്രസ്സല്ലേ? അതെന്തിനാ ഇപ്പൊ എടുത്തിട്ടിരിക്കുന്നത്? എടാ ഒരു പാർട്ടിക്ക് പോകുമ്പോ നല്ല ഡീസന്റ് ആയിട്ട് പോകണ്ടേ? എന്റെ പപ്പ പാർട്ടി എന്ന് പറഞ്ഞ 4 പേരേ ഉള്ളൂ. ഞാനും പപ്പയും ശിവാനിയും മമ്മിയും. മതിയല്ലോ, എന്തായാലും ബർത്ത്ഡേ പാർട്ടി അല്ലേ. ഇതാണ് എന്റെ പാർട്ടി ഡ്രസ്. ഓക്കെ ഓക്കെ. പിന്നൊരു കാര്യം, ഈ ഡ്രസ് ഇട്ട് പോകുമ്പോഴൊക്കെ അപ്പൂപ്പനൊരു കാര്യം പറയാറില്ലേ, മീറ്റിംഗിൽ മിണ്ടരുതെന്ന്. അതുപോലെ അവിടെ വന്ന് മിണ്ടാതിരുന്നോളാം. അത് എനിക്ക് സംസാരം കുറവില്ലടാ, ഫുൾ ആക്ഷൻ അല്ലേ. ഇതെങ്ങനെയുണ്ട്? കൊള്ളൂല? വേറെ ഉണ്ട്? ഇതോ? ഇത് സൂപ്പർ. എന്റെ പപ്പ ഈ ഡ്രസ് എന്നെ ഭയങ്കര ഓവറാ. നിർബന്ധാണെങ്കിൽ ഒരെണ്ണം പോക്കറ്റിൽ ഹാങ് ചെയ്തോ. ഇത് ഈ കോളറിന്റെ പുറയിൽ ഇങ്ങനെ ഹാങ് ചെയ്താൽ അയ്യോ ചളാക്കും. ഓ, നിന്റെ സൽമാൻ ഖാൻ ചെയ്ത ടോപ്പ് നമ്മൾ ചെയ്ത ചീപ്പ്. വാ പോ, നമ്മള് ഗുണമില്ലാതെ വെക്കുമ്പോഴേ കുഴപ്പമുള്ളൂ.